ഹായ് ഫ്രണ്ട്സ്, പൊന്നൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഗീ റൈസും ചിക്കൻ കറിയാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കറി. അപ്പോഴത്തേനും ഞാൻ ഇതിനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. ഗീ റൈസിന് വേണ്ട ഗീ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്ത് കോരണം. പിന്നെ കുറച്ച് കാഷ്യൂ, കുറച്ച് മുന്തിരി, ഇതും കൂടെ ഒന്ന് വറുത്ത് കോരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് വയ്ക്കാനുള്ള നോക്കാം. ഓക്കെ. പിന്നെ ചിക്കൻ കറിയും കൂടെയാണ് വയ്ക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കട്ടെ കേട്ടോ. നമുക്ക് ഫസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരണം. ആദ്യം കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ വറുത്ത് കോരിയിട്ട് കാഷ്യൂ ഒന്ന് ചുമന്ന് വരുമ്പം മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ നല്ലോണം ബബിൾസായി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേനും നമുക്കിതിന് എടുത്ത് മാറ്റാം. ഒത്തിരിയായ ഒരു ഇതായി പോകും. ഓക്കെ, ഇനി നമുക്ക് ഒരു മാറ്റാം. നമുക്കിതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് ചെറിയ സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഗ്യാസ് ഉള്ളി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റണം കേട്ടോ. 2 മിനിറ്റ് കൂടെ കിടക്കുമ്പോൾ ഈ ഉള്ളി നന്നായിട്ട് ചുമന്ന് വരും. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട. കളറൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മളത് കോരി മാറ്റണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പിന്നെ പൊടിയുന്നത് വേണ്ട. ഒന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ അമുക്കി നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നതല്ല. നല്ല പൊടിഞ്ഞു പോണതല്ല അതിൻ്റെ പരുവം. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ എല്ലാം ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റാം. പിന്നെ അത് പാത്രത്തിൽ ഇരുന്ന് തന്നെ കുറച്ചുകൂടെ ഒന്ന് മൂക്കും. ഓക്കെ, ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഗൈസ്, ഞാൻ ഉള്ളിയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ എണ്ണ തന്നെ നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഗീ റൈസ് എന്ന് പറയുമ്പം നല്ല ഓയിലും ഗീയും ഒക്കെ ചേർത്ത് നന്നായിട്ട് വയ്ക്കുന്നെങ്കിൽ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പം നമുക്ക് അതിലേക്ക് വേണ്ടുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഞാൻ കുറച്ച് വലിയ ജീരകവും കൂടെ ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് വലിയ ജീരകവും കൂടെ ഒരു 1/2 സ്പൂൺ അത്ര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തോനെയൊന്നും ഇട്ടിട്ടില്ല. ഇതൊന്ന് മൂക്കട്ടെ. അപ്പം ഞാൻ അരി നേരത്തെ അരമണിക്കൂറിന് മുമ്പേ കഴുകി വെള്ളത്തിലിട്ട് കോത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പോഴും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. പിന്നെ ഓരോ റൈസിൻ്റെ ഇതായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്കിപ്പോൾ എല്ലാം കൈക്കണക്കാണ്. എനിക്കങ്ങനെ ഇത്ര വെള്ളം ഇത്ര അരി അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇതിന് കറക്റ്റായ വെള്ളം എത്ര വേണമെന്ന് അതിൽ ഒഴിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ വെക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ കണക്കിന് വേണം ചെയ്യാനുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് നോക്കും. ഞാൻ എല്ലാം എൻ്റെ കൈക്കണക്കാണ് ചെയ്യുന്നത്. ഓക്കെ, മറ്റേ ഇരുമ്പിൻ്റെ പാത്രം കാസ്റ്റ്. അപ്പം ചൂട് വെള്ളമാണ്. ഞാനപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഞാനിത് അളന്നല്ല വെള്ളം ഒഴിക്കുന്നത്. എനിക്കിതിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാം. എത്ര വെള്ളം ഒഴിച്ചാൽ ഈ ചോറ് വേകും എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാനിവിടെ സ്ഥിരം വെക്കുന്നതായതുകൊണ്ട് എനിക്കറിയാം. നിങ്ങൾ വെക്കുവാണെങ്കിൽ അളന്ന് തന്നെ മസ്റ്റായിട്ട് അളന്ന് തന്നെ വെക്കണം. കറക്റ്റ് അളന്ന് വെക്കണം കേട്ടോ. ഞാൻ റൈസിന് മുങ്ങി ഒരു ശക്കലും കൂടെ മുകളിൽ കിടക്കത്തക്ക രീതിയിലാണ് ഞാൻ
വയ്ക്കുന്നത്. ഓക്കെ, ഇനി ഉപ്പും കൂടെ ഇട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഗേസ് ഞാൻ പിന്നെ ഗീ റൈസിനുള്ളത് ചോറ് അടുപ്പിൽ വെച്ച് ഇടയ്ക്ക് അതൊന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. നോക്കി അതൊന്ന് ഇളക്കി വേവാറൊക്കെ ആയോന്ന് നോക്കിക്കോണം. അപ്പം അത് വെള്ളമൊക്കെ ഒരുവിധം വറ്റി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം ഗീ റൈസിൻ്റെത്. പിന്നെ എന്നിട്ട് നമുക്കിനി ചിക്കൻ്റെ കാര്യത്തിലോട്ട് നോക്കാം. ഞാൻ ചിക്കൻ അളവൊന്നുമില്ല, കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചേക്കണം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കുരുമുളക് പൊടിയുണ്ട്, മസാലപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. എനിക്കിങ്ങനെ ഞാൻ അളന്നും കണക്കൊന്നുമല്ല, എനിക്ക് എല്ലാം ഒരു കണക്കാണ്. അത് ഇടുന്ന കറക്റ്റും ആയിരിക്കും, പിന്നെ രണ്ടാമത് ഇടേണ്ടി വരത്തില്ല. അങ്ങനെ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഉള്ളതാണ്. ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇതിവിടെ മാറ്റി വയ്ക്കാം. എരി ഒരുപാട് വേണ്ട, നിങ്ങളുടെ ആവശ്യത്തിന് അളന്ന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ ഇടണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോഴത്തേനും നമ്മുടെ ഗീ റൈസ് റെഡിയാവും. ഇനി നമുക്കതൊന്ന് തീ കുറച്ച് കൊടുക്കാം. ഗീ റൈസിൻ്റെ വെള്ളമെല്ലാം ചോറിൽ പിടിച്ച് ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് വരെ അതങ്ങനെ ഇരിക്കുമ്പോൾ അത് നല്ല പരുവാകും. പിന്നെ നമുക്കത് ഗാർണിഷ് ചെയ്ത് നെയ്യൊക്കെ ഒഴിച്ച് അപ്പോഴത്തേനും ഈ ചിക്കൻ അവിടെ ഇരുന്ന് മുളകും ഉപ്പും എല്ലാം ഒക്കെ പിടിച്ച് അവിടെ ഇരിക്കും. പെട്ടെന്ന് തയ്യാറാകുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗീ റൈസും ചിക്കൻ കറിയും കൂടെയാണ്. ഓക്കെ, അപ്പൊ ഗീസ് ഇത് അതിന്റെ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് കിടക്കുമ്പോൾ ഇതങ്ങ് നല്ല ചെറിയ തീയിലിട്ട് കൊടുക്കണം. ഇതിന്റെ വെള്ളം നന്നായിട്ടങ്ങ് ഇതായി ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഒരുപാടായ എത്രത്തോളം നെയ്യും ഇതൊക്കെ ചെല്ലുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ എനിക്ക് ഈ നെയ്യ് അത്ര അങ്ങോട്ട്. ഓക്കെ, ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓണിയൻ, കാഷ്യൂ എല്ലാം കൂടെ വെച്ചാൽ ഇച്ചിരി അതിനകത്തോട്ട് ഇരിക്കട്ടെ. ഞാൻ പാത്രത്തിലെടുക്കുമ്പോൾ അതിലോട്ട് വെച്ചിട്ടാണ് ഇത്. എന്നിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ കിടക്കട്ടെ. ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഓഫ് ചെയ്യാം. പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഗീ റൈസിൻ്റെത്. പെട്ടെന്ന് ചെയ്യാം. ഏതൊരു പിന്നെ കൊച്ചു കുട്ടികൾക്കും പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഞാനിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ചിക്കൻ കറി വയ്ക്കാനുള്ള അതിലോട്ട് നോക്കട്ടെ. അപ്പം ഓക്കെ, ഇനി ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റണം. അത് ഞാൻ പിന്നെ ചെയ്യാം. അപ്പോഴത്തേന് നമുക്കിത് മാറ്റി വെച്ചിട്ട് നല്ല വെയിറ്റുള്ള പാത്രമാണ്, അതവിടെ ഇരിക്കട്ടെ. ചിക്കൻ കറി വയ്ക്കാനുള്ള പാത്രം വയ്ക്കാം. ഇതൊന്ന് ചൂടാകട്ടെ. ഓക്കെ, പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലല്ല, വെളിച്ചെണ്ണയാണ്. നല്ല ഉറഞ്ഞിരിക്കുക. ഇവിടുത്തെ എണ്ണയല്ല അങ്ങനെയാണ് ഉറഞ്ഞ്. ഓക്കെ, ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പം ഞാൻ ചിക്കന് വേണ്ട ഉള്ളി അരിഞ്ഞ് സവാള അരിഞ്ഞ് ചെറിയ ഉള്ളിയില്ല, ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഞാൻ സവാള ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്. അപ്പം എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പേസ്റ്റ്. അപ്പം കടുക് പൊട്ടുന്നുണ്ട്, നമുക്കിതിട്ട് കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക്, ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഫസ്റ്റിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് ചെറുതായിട്ട് മാറിയിട്ട് നമുക്ക് ഞാൻ ഉപ്പും മഞ്ഞളും ഒക്കെ ചിക്കനിൽ വിരവി വെച്ചിരിക്കുന്നു. പക്ഷേ ഉള്ളിൽ പിടിക്കണമല്ലോ, അതിന് വേണ്ടി ഒരു ശകലം ഉപ്പും ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇതിലിടും. ഇട്ടാണ് മാറ്റുന്നത്. ഓക്കെ, ഒരു നുള്ള് ഉപ്പ് ശ്രദ്ധിച്ചിടണം, കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് മാറട്ടെ. അപ്പം ഗീസ് എൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ വരട്ടി വെച്ചിരിക്കുന്നത് ഒരു അരമണിക്കൂർ കൂടുതലായി വെച്ചിട്ട്, അപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് ഇളക്കി ഇത്തിരി നേരം ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒരു കുഴഞ്ഞ പരുവത്തിനാണ് ചെയ്യുന്നത്, കറിയായിട്ടല്ല. ഒരു ശകലം തക്കാളിക്ക് ഇട്ടാൽ നല്ലതാണ്, ഞാൻ ഇട്ടുന്നില്ല, ഇന്നിപ്പം തക്കാളിക്ക് ചേർക്കുന്നില്ല. ഓക്കെ, നമുക്കിത് അടച്ചിട്ടിട്ട് 2 മിനിറ്റ് അടച്ചിട്ട്. അപ്പം ഗ്യാസ് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ചിക്കൻ ഒരുപാട് ഒഴിക്കുന്നില്ല, ചിക്കൻ വേകാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് കുഴഞ്ഞിരിക്കണം, അത്ര മതി. ഇതിന് ഇവിടെ കിടന്ന് വേവട്ടെ. ഉപ്പൊക്കെ ഇപ്പം കറക്റ്റിനുണ്ട്, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. അപ്പം ചിക്കൻ ഇവിടെ കിടന്ന് വേകട്ടെ. എനിക്കപ്പോഴത്തേനും ഒരു ഇച്ചിരി പണി ബാക്കിയുണ്ട്. അപ്പം ഗൈസ് എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ഒരു ശകലം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഒരു ശകലം എരി കൂടിയോ എന്നൊരു ഡൗട്ട്, ഞാൻ ഒരു ശകലം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ശകലം നേരം, ഒരു 2 മിനിറ്റ് അത്രയും മതി. അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് പപ്പടവും കൂടെ വറുക്കണം. ഞാൻ സലാഡിനെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ അരിഞ്ഞു വെച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തൈര് ചേർത്താൽ മതി. പിന്നെ പപ്പടവും കൂടെ വറുക്കണം. അപ്പം നമ്മൾ എല്ലാം നെയ്ച്ചോറും ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്, നല്ല മണവും ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഗൈസ് എൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറി റെഡി ആയിട്ട് നല്ല അടിപൊളി, നല്ല കുമുകുമാ മണക്കുന്ന നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറി, നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച നല്ല അടിപൊളി ചിക്കൻ കറിയും കുറുകുറുത്ത ചാറോടുകൂടിയ ചിക്കൻ കറി, പപ്പടം, സലാഡ്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സലാഡ്, പപ്പടം. അപ്പം ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇതെങ്ങനെയുണ്ടെന്നറിയാം. സൂപ്പർ ടേസ്റ്റുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. സലാഡും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്. ഓക്കെ.